വർഷങ്ങളായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്ന് ഗ്രാമത്തിൽ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാന ദേവത മൂകാംബികയാണ്. വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രസിദ്ധമായ സരസ്വതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ പെടുന്ന ദേവി പ്രതിഷ്ഠ. ത്രേതായുഗത്തിൽ ഭാർഗവരാമൻ പ്രതിഷ്ഠ നടത്തിയ ശേഷം ഭാർഗവരാമൻ പടിഞ്ഞാറൻ ദിക്കിലേക്ക് പോവുകയും തിരിച്ച് പള്ളിക്കുന്നിൽ പ്രവേശിച്ച് ക്ഷേത്രവും ക്ഷേത്രമണ്ഡപവും മതിലും ഗോപുരങ്ങളും നിർമ്മിച്ചു. തെരുവുവീഥികളിൽ ചന്തകളും വ്യാപാരികളെയും കുടിയിരുത്തി. 64 ഗ്രാമങ്ങളിലെ ബ്രാഹ്മണ ശ്രേഷ്ഠരെയും ഒരുമിപ്പിച്ച് പള്ളിക്കുന്നിൽ കുടികൊള്ളുന്ന മഹിഷാസുരമർദിനിയായ ദേവിയെ ശാന്തചിത്തയായി സരസ്വതി ദേവിയായി പ്രതിഷ്ഠ ചെയ്യിപ്പിച്ചു. മഹാമാന്ത്രികനായ കാട്ടുമാടം നമ്പൂതിരിപ്പാടിന് തന്ത്രിസ്ഥാനവും ശാശ്വതമായ ക്ഷേത്രകാര്യങ്ങൾ നടത്താനുള്ള അധികാരവും ചാർത്തിക്കൊടുത്തു. ക്ഷേത്രത്തിൽ ശിവൻ, വടക്കേ ഭഗവതി, ഗണപതി എന്നിവരാണ് ഉപദേവതകൾ. പള്ളിക്കുന്ന് ക്ഷേത്രം പഞ്ചപ്രകാരങ്ങളോട് കൂടിയ നിർമ്മിതിയാണ്. ശ്രീകോവിലിന് പുറത്തായി അകത്തെ ബലിവട്ടം, നാലമ്പലം, വിളക്കുമാടം, പുറത്തെ ബലിവട്ടം, പുറം മതിൽ എന്നിവ ആധാരമാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശ്രീകോവിൽ സമചതുരമായിട്ടുള്ളതും ചെമ്പു പതിപ്പിച്ചതുമാണ്. താഴികക്കുടം ഓടയിൽ തീർത്തതുമാണ്. നേരിട്ട് ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്ന സമ്പ്രദായത്തിലാണ് സോപാനപ്പടിയുള്ളത്. അഭിഷേക ജലം ഒഴുകിപ്പോകുന്നതിന് ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്ത് സോമസൂത്രം സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന്റെ വാതിൽ കട്ടിലയോട് ചേർന്ന് ഇടതുവശത്ത് ശംഖനിധി, വലതുവശത്ത് പത്മനിധി സങ്കല്പത്തിലുള്ള ദ്വാരപാലകന്മാരെ സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന് ചുറ്റുമായി അഷ്ടദിക്പാലകരുടെയും ഊർധ്വദിക്കിന്റെ അധിപനായ ബ്രഹ്മാവ്, അധോദിക്കിന്റെ അധിപനായ അനന്തൻ, സപ്തമാതൃക്കൾ, ശാസ്താവ്, ദുർഗ, സുബ്രഹ്മണ്യൻ, നിർമ്മാല്യധാരി എന്നീ സങ്കല്പങ്ങൾക്ക് ബലിപീഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന് മുന്നിലായി നമസ്കാര മണ്ഡപം കൃഷ്ണശിലയിൽ തറയും മുകൾ ഭാഗം ചെമ്പു പതിപ്പിച്ച നിലയിലുമാണ്. നമസ്കാര മണ്ഡപത്തിന്റെ മച്ചിൽ അഷ്ടദിക്പാലകരുടെ ദാരുശില്പം കൊത്തിവെച്ചിട്ടുണ്ട്. പുരോഹിതന്മാർക്കും ബ്രാഹ്മണർക്കും നമസ്കാരത്തിനും നാമജപത്തിനും വിശേഷ ചടങ്ങുകൾക്കുള്ള കലശപൂജ നടത്തുന്നതിന് മാത്രമാണ് മണ്ഡപം ഉപയോഗിച്ചു വരുന്നത്. അന്തർമണ്ഡപത്തിന്റെ പ്രദക്ഷിണ പാതയിൽ പുറത്തായി തെക്ക് ഭാഗത്തും വടക്കു ഭാഗത്തും തിടപ്പള്ളിയോട് കൂടിയ നാലമ്പലവും അതിനോട് ചേർന്ന് വലിയ അമ്പലവും അഥവാ വാതിൽ മാടവും നിലകൊള്ളുന്നു. പുറത്തെ ബലിക്കൽ വട്ടത്തിൽ വലിയ ബലിക്കൽ പുര, ധ്വജസ്തംഭ സ്ഥാനം, പ്രദക്ഷിണ വീതി, ക്ഷേത്രപാലകൻ, ഉപദേവതാ സ്ഥാനങ്ങൾ, കൂത്തമ്പലം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രം ശ്രീ മൂകാംബിക ക്ഷേത്രമായിട്ടാണ് അറിയപ്പെട്ടു വരുന്നത്. കൊല്ലൂർ മൂകാംബിക ദേവിയുടെ പ്രാധാന്യം ഇവിടെ സ്ഥായിയായി പൂർവികമായി നിലകൊണ്ടിരിക്കുന്നു എന്നതിന് നിരവധി അനുഭവങ്ങൾ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വിദ്യാസ്വരൂപിണിയായ സരസ്വതി ദേവിയെ ധ്യാനിച്ച് നിറദീപങ്ങളാലും പുഷ്പമാലകളാലും അലങ്കരിച്ച് ആരാധന ചെയ്യുന്നതിലൂടെ സാക്ഷാൽ മൂകാംബിക ദേവി ചൈതന്യം ഇവിടെ പ്രാപ്തമാകും എന്നാണ് വിശ്വാസം. പുനം നമ്പൂതിരി, ചെറുശ്ശേരി തുടങ്ങിയ മഹാജ്ഞാനികൾ ഇവിടെ ക്ഷേത്രവൃത്തിയിൽ ഏർപ്പെട്ട് മഹാകാവ്യങ്ങൾ രചിച്ചവരാണ്. അതുപോലെ അമ്പലവാസികളായ ശ്രീ രാഘവ വാര്യർ, ശ്രീ ശങ്കര വാര്യർ തുടങ്ങിയ മഹാപണ്ഡിതന്മാർക്ക് ഇവിടെ വെച്ചാണ് ജ്ഞാനസ്ഥിതി ഉണ്ടായതെന്ന് അവരുടെ കാവ്യങ്ങൾ തന്നെ ഉണർത്തുന്നു. അതോടൊപ്പം ഇവിടെ ഉപാസന ചെയ്തു വന്ന തലമുറകൾ തന്നെ വിജ്ഞാന സമ്പന്നരായി ദേശ നന്മയ്ക്കായി അവരുടെ ജ്ഞാനം പകർന്നു നൽകിയിട്ടുള്ളതുമാണ്. ഇക്കാരണത്താലാണ് വിദ്യാരംഭത്തിന് ഇവിടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ ലഭിക്കുന്ന അതേ അനുഗ്രഹം ഇവിടെയും പ്രാപ്തമാകുന്നു. മൂഷിക രാജവംശത്തിന്റെ കാലത്താണ് ക്ഷേത്ര പുനരുദ്ധാരണവും പരിപാലനവും നടത്തിയത്. മൂഷിക രാജവംശത്തിന്റെ തകർച്ചയ്ക്കു ശേഷം പിന്നീട് വന്ന കോലോത്തിരി രാജാക്കന്മാരായിരുന്നു ക്ഷേത്ര പരിപാലനം നടത്തിയത്. മഹിഷാസുരമർദിനി ഭാവത്തെ ശാന്തത വരുത്തി സരസ്വതി ദേവിയായും മൂകാംബികയായും ആരാധിച്ചു തുടങ്ങി. മൂത്തേടം, ഇളയിടം തന്ത്രിമാർ ദേവിയുടെ 2 ഭാവത്തിൽ പൂജ നടത്തി തുടങ്ങി.
കോലോത്തിരി രാജാക്കന്മാർ കാട്ടുമാടം തന്ത്രിയുടെ സഹായത്തോടെ അഷ്ടൈശ്വര്യങ്ങൾ നൽകി ദേവീ വിഗ്രഹത്തെ പൂജിക്കുവാൻ തുടങ്ങി. മൂഷിക രാജവംശത്തിന്റെ ദുരിതങ്ങൾ പരിഹരിക്കുവാൻ മഹിഷാസുരമർദിനി സേവയുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മഹിഷാസുരമർദിനി സേവ കാട്ടുമാടൻ തന്ത്രിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ പള്ളിക്കുന്ന് മൂകാംബിക മഹിഷാസുരമർദിനി ക്ഷേത്രം ഇല്ലത്തേക്ക് രാജവംശം ദാനമായി കൊടുത്തു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കാട്ടുമാടം മന രണ്ടായി വിഭജിക്കപ്പെട്ടു. കാലത്തെ പൂജ ഇളയിടം മനയും, ഉച്ചപൂജ മുത്തേടത്ത് മനയും, അത്താഴപൂജ ശാന്തിക്കാരനും ചെയ്തു വന്നു. അങ്ങനെ 3 പേരും ദേവിയെ 3 ഭാവത്തിൽ, അതായത് സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നീ ഭാവങ്ങളിൽ പൂജിച്ചു വന്നു. കാലത്ത് സരസ്വതിയായി പൂജിച്ചത് കൊണ്ടാണ് വിദ്യാരംഭവും ത്രിമാദ്രവും പഴവും പ്രധാന വഴിപാടായി മാറിയത്. ഒരു ദിവസം രാത്രി കഴകക്കാരനായ ശങ്കരവാര്യർക്ക് ദേവി സ്വപ്ന ദർശനം നൽകുകയും വടക്കേ തിടപ്പള്ളിയിൽ ഒരു പഴമുണ്ടെന്നും ആ പഴമെടുത്ത് കഴിക്കുവാനും ദേവി അരുൾപ്പാട് ചെയ്യുന്നു. സ്വപ്ന ദർശന പ്രകാരം ശങ്കരവാര്യർ ആ പഴമെടുത്ത് കഴിച്ച് തോല് ഓവിൽ നിക്ഷേപിക്കുന്നു. അതോടെ ശങ്കരവാര്യരിൽ വിദ്യ വിളങ്ങി. ശങ്കരവാര്യർ ശങ്കരകവിയായി മാറി ദേവി സ്തുതികൾ രചിച്ചു തുടങ്ങി. പഴത്തിന്റെ തോലെടുത്ത് കഴിച്ച ശാന്തിക്കാരൻ തോലകവിയായി മാറി എന്നാണ് സങ്കല്പം. മഹാകവി ചെറുശ്ശേരി നമ്പൂതിരി ഇവിടത്തെ ശാന്തിക്കാരനായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കാലത്ത് ശാന്തിക്കാരൻ നട തുറന്നപ്പോൾ ശങ്കിൽ വെള്ളം കണ്ടു. പ്രശ്നചിന്ത നടത്തിയപ്പോൾ രാത്രികാലങ്ങളിൽ ദേവന്മാർ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നുണ്ടെന്ന് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം പൂജാപാത്രങ്ങളും ശംഖും പൂവും ശ്രീകോവിലിനകത്ത് വച്ചു തുടങ്ങി. പള്ളിക്കുന്ന് ക്ഷേത്രത്തിൽ പ്രധാനമായി ആഘോഷിക്കുന്നത് പൂരോത്സവമാണ്. മീനമാസത്തിലെ രോഹിണി നാൾ മുതൽ പൂരം നാളിലെ ആറാട്ടോടു കൂടിയുള്ള 8 ദിവസത്തെ ഉത്സവമാണിത്. പൂരോത്സവത്തിന് ഭാഗമായി വടക്കേ ഭഗവതിക്ക് എല്ലാ ദിവസവും പ്രത്യേക പൂജകൾ നടത്തി വരാറുണ്ട്. കൂടാതെ കൊടിയിറങ്ങിയ ദിവസം രാത്രി വലിയ ഗുരുതിയും നടത്താറുണ്ട്. പൂരോത്സവ ദിനങ്ങളിൽ ചാക്യാർകൂത്ത് പ്രധാനമാണ്. കൂടാതെ കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് പ്രതിപാദം മുതൽ വിജയദശമി വരെ നവരാത്രി കാല കൂടാതെ കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് പ്രതിപാദം മുതൽ വിജയദശമി വരെ നവരാത്രികാല മഹോത്സവം മുൻകാലം മുതലേ ആഘോഷിച്ചു വരുന്നു. 1500-ൽ പരം കുട്ടികളാണ് ഇവിടെ ആദ്യാക്ഷരം കുറിക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്നത്. വിദ്യാരംഭ സമയം രാവിലെ 8 മണി മുതൽ 9:30 വരെയാണ്. ക്ഷേത്രത്തിന്റെ ദർശന സമയം രാവിലെ 4 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ്. ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു.